അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു YPS അഥവാ യങ് പ്രൊഫഷണൽ സ്കീം വിസ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ആയിരിക്കുന്നത് 18 ഫെബ്രുവരി മുതൽ 20 ഫെബ്രുവരി വരെയാണ് ഈ ഒരു ബാലറ്റ് സിസ്റ്റം ഓപ്പൺ ആയിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യുക. ആ ഒരു ബാലറ്റ് സിസ്റ്റം എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് നോക്കാൻ എങ്ങനെയാണ് നമ്മൾ ബാലറ്റ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിന് വേണ്ടുന്ന എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കാം, എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങളും. യാതൊരു ഏജന്റിന്റെയോ ഒരു ഏജൻസിയുടെയോ യാതൊരു ഹെൽപ്പും ആവശ്യമില്ല. ഇതിന് ഫോണോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾ വേറൊരു സ്കാമിലൊന്നും ചെന്ന് പെടരുത്. കാര്യം ഇത് തന്നെ ചെയ്യാവുന്നതുള്ളൂ. അത്രയും സിമ്പിൾ ആണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് UKയുടെ ഒരു വെബ്സൈറ്റ് കാണാം. അതിനകത്ത് നോക്കിയാൽ കാണാം ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ. ഫസ്റ്റ് ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ എൻഷുർ ചെയ്യുക അത് ഗവൺമെന്റ് ഓഫ് UKയുടെ വെബ്സൈറ്റ് തന്നെയാണെന്നുള്ളത്. ഇതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ 18നും 30നും ഇടയിലായിരിക്കണം നമ്മുടെ പ്രായം. ഒരു മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏതെങ്കിലും ഉണ്ടായിരിക്കണം നമുക്ക്. പിന്നെ അതുകൂടാണ്ട് നമുക്കിത് വൺസ് നമ്മുടെ ബാലറ്റ് എൻട്രി ആയി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 2530 പൗണ്ട്സ് ഷോ മണി കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് 28 ഡേയ്സ് മെച്യൂരിറ്റി ആയിരിക്കണം അത് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പല അക്കൗണ്ടിലാണ് നിങ്ങളുടെ പൈസകൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അക്കൗണ്ടിലേക്ക്, സിംഗിൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്ത് ഇപ്പോഴേ വെച്ചേക്കുക. കാര്യം ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമുക്കത് ആവശ്യമുണ്ട്. ഫീസിൻ്റെ കാര്യങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാലറ്റ് എൻട്രി ചെയ്യാൻ യാതൊരു ഫീസും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ബാലറ്റ് എൻട്രി ചെയ്യാം. ഇനി ബാലറ്റ് എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ മുകളിലേക്ക് പോവുക. ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ ബാലറ്റ് എന്ന് കാണാം. അതിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം എൻ്റർ ദ ബാലറ്റ് എന്നൊരു ഓപ്ഷൻ. അതിനകത്ത് ടൈം കൊടുത്തിട്ടുണ്ട്, എന്ന് വരെയാണ് ഈ ബാലറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനൊരു സ്ക്രീനിലേക്കായിരിക്കും പോകുന്നത്. ഇങ്ങനൊരു സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിനകത്തൊരു വെയിറ്റിംഗ് പീരീഡ് ആണ്. കാര്യം ഇന്ത്യയിലുള്ള സകലരും അപ്ലൈ ചെയ്യുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ആ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇനി 1 മിനിറ്റും കൂടി ഉള്ളൂ ക്യൂ എന്നാണ് കാണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബാലറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 25 മിനിറ്റ്സ് ആണ് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം. അതിനുള്ളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ക്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറൊരു ലിങ്കിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, പിന്നെ മെയിൽ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം UKVയുടെ. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് എടുത്ത് വെക്കുക. അതിനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മീ കൊടുക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ someone else കൊടുക്കുക. അതിനുശേഷം പേര് ചോദിക്കുന്നിടത്ത് നിങ്ങളുടെ ഗിവൺ നെയിമിന്റെ സ്ഥലത്ത് ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും, ഇനി സാർ നെയിമിന്റെ സ്ഥലത്ത് ലാസ്റ്റ് നെയിമും കൊടുക്കുക. അതിനുശേഷം നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അവിടെ ഇന്ത്യ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുന്നത് പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നു. പാസ്പോർട്ടിന് ഒരു നമ്പർ ഉണ്ടാകും. ഫസ്റ്റ് ഒരു ആൽഫബറ്റ് ആയിരിക്കും, അതിനുശേഷം 7 ഡിജിറ്റ് വരുന്ന ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. പിന്നെ കൺട്രി ഓഫ് ഇഷ്യൂ, ഏത് കൺട്രിയിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് ഇന്ത്യയിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്തത്. പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത്രയാണ് പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം മെയിൽ ID, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് കൊടുക്കുക. ഇമെയിൽ വഴിയായിരിക്കും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ അഡ്രസ് തന്നെ കൊടുക്കുക. ഇവിടെ മെയിൽ ID എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് മെയിലിലേക്ക് ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, കാര്യം വെരിഫൈ ചെയ്യാനായിട്ട്. ആ ഒരു സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിൽ ചോദിക്കുന്നത് ഡു യു വാണ്ട് someone else to have access to your account. അതായത് നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ആക്സസ് വേണോ, മറ്റാരെങ്കിലും ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ വേണോ എന്നാണ് ചോദിക്കുന്നത്. അത് വേണ്ടവർ എസ് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അത് നമ്മൾ നോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നമ്മൾ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവർക്ക് പറ്റുന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യൂ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടാവും ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻസ്. പിന്നെ അത് കൂടാണ്ട് അവർക്ക് കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് വിസ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഷെയർ കോഡ് കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പെർമിഷൻ കൊടുക്കുന്ന ആൾക്ക് പറ്റില്ല, നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അവരുടെ മെയിൽ ID ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എസ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അവരുടെ മെയിൽ ID കൂടെ ഇവിടെ ആഡ് ചെയ്യുക. നമ്മൾ മറ്റൊരാളുടെ മെയിൽ ID എൻ്റർ ചെയ്തതിനു ശേഷം അവരുടെ മെയിലിലേക്കും ഒരു സെക്യൂരിറ്റി കോഡ് വരുന്നുണ്ടാവും, ഒരു 6 ഡിജിറ്റ്. അത് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ആ ഒരു മെയിൽ നമുക്ക് വെരിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ കൊടുത്ത പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പേരും എല്ലാം കറക്റ്റ് ആണ്, ഡേറ്റ് ഓഫ് ബർത്തും എക്സ്പയറി ഡേറ്റും എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ UK ഇമിഗ്രേഷൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചോദിക്കുന്ന പാസ്പോർട്ടാണ് നമ്മൾ കൊടുത്തത്, പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത്.
പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എൻ്റർ ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ സെക്യൂരിറ്റി കോഡ് എവിടെയാണ് വരേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മെയിൽ അഡ്രസ്സിലോട്ട് വരാനാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഒരിക്കലും ഹെൽപ്പറിൻ്റെ കൊടുക്കരുത്. കാര്യം ഹെൽപ്പറിന് വളരെ ലിമിറ്റഡ് ആണ് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മെയിൽ അഡ്രസ്സിലേക്ക് വെരിഫിക്കേഷൻ കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും എത്തുന്നത്, ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്നുള്ളത്. അത് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ബാലറ്റ് എൻട്രി കൊടുക്കുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ബാക്ക് അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ആ ഒരു ക്യൂവിലേക്ക് പോകും. അതുകൊണ്ട് ബാക്കിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. വൺസ് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, വീണ്ടും ക്യൂ നമ്മളിലേക്ക് എത്താനായിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് യൂസ് ചെയ്ത പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ചിട്ട് മെയിൽ ഐ ഡിയും വെച്ചിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്, സബ്മിറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആദ്യം തന്നെ ഐഡന്റിറ്റി ആൻഡ് കോൺടാക്ട്, പ്രിപ്പയർ ആപ്ലിക്കേഷൻ, പിന്നെ പ്രൊവൈഡ് എവിഡൻസ്, പിന്നെ സബ്മിറ്റ്. ഇത്രയും സ്റ്റെപ്പാണുള്ളത്, 4 സ്റ്റെപ്പാണുള്ളത്. ആ 4 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാലറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഐഡന്റിറ്റി ആൻഡ് കോൺടാക്ട്. അതിനകത്ത് കോൺടാക്ട് പ്രിഫറൻസ് ആണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക, നമ്മുടെ പ്രൈമറി മെയിൽ ഐ ഡി, അല്ലാണ്ട് നമ്മുടെ ഹെൽപ്പറിന്റെ മെയിൽ ഐ ഡി അല്ല, അത് ചൂസ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് പ്രിപ്പയർ ആപ്ലിക്കേഷൻ ആണ്. അവിടെ ഡിക്ലറേഷൻ ആണുള്ളത്. അതായത് നമ്മൾ 18 ആൻഡ് ഓവർ ആണ്, നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള ആളാണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് പ്രൊവൈഡ് എവിഡൻസ് ആണ്. എവിഡൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എവിഡൻസ് അപ്ലോഡ് ആണ്. എവിഡൻസ് അപ്ലോഡിന്റെ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എവിഡൻസിന്റെ സ്ഥലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലിയർ ആയിരിക്കണം, വായിക്കാൻ പറ്റണം. അതിന്റെ ഫയൽ സൈസ് 6 MB താഴെ ആയിരിക്കണം. അതിനകത്ത് പറയുന്ന ഫയൽ ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലായിരിക്കണം ഫയൽ ഉണ്ടാവേണ്ടത്. ഫയലിന്റെ പേര് ഒരു സിമ്പിൾ നെയിം കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണാം. ഏത് പേജ് ആണ്, പാസ്പോർട്ടിന്റെ ഏത് പേജ് ആണ്. ചിലർ ചോദിക്കും 2 പേജ് അഡ്രസ് ഉള്ള പേജ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഉള്ള പേജ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ചൂസ് ഫയൽ കൊടുക്കുക, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ ചൂസ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് 1 ഫയൽ ആഡ് ആണെന്ന് കാണും. കണ്ടിന്യൂ കൊടുക്കുക, അതിനുശേഷം കൺഫേം ആൻഡ് അപ്ലോഡ് കൊടുക്കുക. എവിഡൻസ് അപ്ലോഡ് ആയിട്ടുണ്ട്, അത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 4th സ്റ്റെപ്പ് ആയിട്ടുള്ള സബ്മിറ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. യെസ്, ഈ ഒരു പേജ് എത്തി, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ കിട്ടും. മെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ആയിട്ടില്ലെന്നാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അവസാനം വരെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ആ ഒരു അവസാന റെഫറൻസ് നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു മെയിൽ വരണം, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്നുള്ളൊരു മെയിൽ വരും. ആ മെയിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ബാലറ്റിൽ എൻ്റർ ആയിട്ടുണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. ബാലറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് 20-ാം തീയതി കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയത്തുള്ളൂ. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം നമുക്ക് ടൈമുണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ശരിക്കും പോകണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ ബാലറ്റ് എൻട്രി ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിസ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ബാലറ്റ് എൻട്രി ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാട്ടിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്യാനോ മാനേജറിനെ ചീത്ത പറയാനോ ഒന്നും പോകരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നൊന്നും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ബാലറ്റിൽ എൻട്രിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ YPSന്റെ കാര്യം. ഇവിടോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് തന്നെ വരിക. ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് പാടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ശേഷം മാത്രം വരിക. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റായി വിസ ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്തും നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ജോബ് ആപ്ലിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങുക, ജോബ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാര്യം നമ്മൾ മന്ത്ലിയുള്ള റെൻറ്റും കാര്യങ്ങളും ഇവിടുത്തെ എക്സ്പെൻസും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും, അതുകൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ മാസം തന്നെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്തൊരു ജോലിയാണെന്നുണ്ടെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ജോലിയെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സെക്യൂർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UK ജീവിതം കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ബാലറ്റിൽ എൻട്രി ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഞാൻ അപ്ലൈ ചെയ്ത ഒരു ആപ്ലിക്കൻറ്റിന് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തു തരുന്നുണ്ടാകും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആക്കി ഇടുന്നുണ്ടാകും. അപ്പം ബൈ ബൈ.